ആദരണീയനായ അധ്യക്ഷൻ ശ്രീ പ്രസാദ് വള്ളികുന്നോ, സ്വാഗത പ്രസംഗനായ പ്രകാശ്, ഏറ്റവും ബഹുമാന്യനും സ്നേഹനിധിയുമായിട്ടുള്ള ശ്രീ ജി സുധാകരൻ, അതുപോലെ തന്നെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയിട്ടുള്ള ധർമ്മ ശ്രീനാരായണ ധർമ്മ പ്രചാരണത്തിൻ്റെ തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമദ് അസംഗാനന്ദ ഗിരി സ്വാമികൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. ഇവിടെ ഏറ്റവും ചരിത്രഗഹനവും വർത്തമാന പ്രസക്തവുമായിട്ടുള്ള ഒരു സംവാദമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ജി സുധാകരൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചു. പ്രത്യേകിച്ചും ആലപ്പുഴയിലെ ഈ മണ്ണിൽ നാരായണ ഗുരു തൻ്റെ ഉന്നത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പുതുപ്പള്ളിയുടെയും വാരണപ്പള്ളിയുടെയും കുമ്മപ്പള്ളിയുടെയും ഒക്കെ ഈ മണ്ണിൽ, അതുപോലെ തന്നെ അദ്ദേഹം 1903 സ്ഥാപിച്ച, അധ്യക്ഷനായിരുന്നുകൊണ്ട് നയിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ തന്നെ വലിയ സംഘടന പ്രവർത്തനം നടത്തപ്പെട്ട ഈ കുട്ടനാടിൻ്റെയും പ്രത്യേകിച്ച് ഓണാട്ടുകരയുടെയും പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ഏറ്റവും വത്സല ശിഷ്യനായിരുന്ന സാക്ഷാൽ TK മാധവൻ്റെ തന്നെ ഈ ജന്മസ്ഥലത്ത് വെച്ച്, പ്രത്യേകിച്ചും ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കി, അതിനു മുമ്പ് ഒരു പതിറ്റാണ്ടായി അതിനുവേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടത്തി, കാക്കിനാടയിൽ മാത്രമല്ല ആന്ധ്രത്തും തെലുങ്കാനയിലും പിന്നെ വാർധയിലും ഗുജറാത്തിലും മാത്രമല്ല തിരുനെൽവേലിയിലും ഒക്കെ പോയി ഗാന്ധിജിയോട് ഇതിനെക്കുറിച്ച് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥയെക്കുറിച്ച്, ജാതി വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ ഭീകരതയെക്കുറിച്ച്, അതിനെതിരായിട്ടുള്ള നൈതികമായ ധാർമ്മികമായ ജാതിവിരുദ്ധ പോരാട്ടത്തെക്കുറിച്ച് ഗാന്ധിയോട് ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് വിശദീകരിക്കാൻ ശ്രമിച്ച് തിരുനെൽവേലിയിൽ വെച്ച് ഒരു ചെറിയ സംഭാഷണത്തിലൂടെ ഈ പോരാട്ടം നടക്കുന്നതായും, കഴിഞ്ഞ 20 വർഷത്തോളമായിട്ട് നാരായണ ഗുരു എന്ന ഒരു അവർണ്ണനായ മുനിയുടെ നേതൃത്വത്തിൽ ഇതാ ഈ പോരാട്ടം അതിൻ്റെ ഒരു സഫലമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് 1924 കാക്കിനാടയിൽ പോയി അവിടെ വളരെയധികം ഗാന്ധിജിയുമായി സംസാരിക്കാൻ പോലും അവസരം കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യ വിഷയമായിട്ട് ഈ ജാതി വിരുദ്ധ പോരാട്ടത്തെ അംഗീകരിച്ചു. അപ്പോൾ ഒരു മുസൽമാനായ ഒരു സഹോദരൻ, കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേര് KPCCയിലൊക്കെ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും സഹായിച്ചില്ല. മുസൽമാനായ ഒരു ഉത്തരേന്ത്യക്കാരൻ മൗലാന മുഹമ്മദ് അലി, അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ജാതി വിരുദ്ധ ആ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ ബോധത്തിൻ്റെ ഫലമായി TK മാധവന്, അദ്ദേഹം അധ്യക്ഷനായിരുന്ന സെഷനിൽ ഈ പ്രമേയം, അതായത് വൈക്കത്ത് നടക്കുന്ന പോരാട്ടം അല്ലെങ്കിൽ വൈക്കത്ത് നടത്തേണ്ടുന്ന ജാതി വിരുദ്ധ പോരാട്ടം വഴി നടക്കാൻ വേണ്ടിയായി, ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയല്ല, അത് പിന്നീട് ഗുരുവടക്കം അതിലേക്ക് ഉന്നയിക്കപ്പെട്ട പിന്നീട് വന്ന ഒരു വിഷയമാണ്. അപ്പോൾ ക്ഷേത്ര വഴികളിൽ പോലും പുറവഴികളിൽ പോലും നടക്കാൻ പറ്റാത്ത, തുണിയുടുക്കാനും വഴി നടക്കാനും മാറുമറയ്ക്കാനും പള്ളിക്കൂടത്തിൻ്റെ അടുത്ത് പോലും ഇരിക്കാനും തീണ്ടൽപ്പുര കെട്ടിയാണ് ഗുരുവിൻ്റെ ശിഷ്യൻ ഗുരു ജി സുധാകരൻ തന്നെ പറഞ്ഞു. എന്തുകൊണ്ട് ചെമ്പഴയിൽ നിന്ന് ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി അദ്ദേഹം ആലപ്പുഴ ജില്ലയിലേക്ക് വന്നു? ആലപ്പുഴയിൽ നിലനിന്നിരുന്ന പ്രത്യേകിച്ച് ഓണാട്ടുകര എന്ന് പറയുന്ന ഈ ശ്രമണ നാട്ടുകരയുടെ സാംസ്കാരിക ചരിത്രമാണ് അതിൻ്റെ പ്രത്യേകത. ബൗദ്ധം ഏതാണ്ട് 17-18 നൂറ്റാണ്ട് വരെ രാമയ്യൻ ദളവയും മാർത്താണ്ഡവർമ്മയും ഒക്കെ കായംകുളം രാജാവിനെ പരാജയപ്പെടുത്തി ഇവിടെ കുളം കൊണ്ടുവന്നത് വരെ കായംകുളത്ത് കൃഷ്ണപുരം പാലസ് ഇരിക്കുന്ന ആ പ്രദേശം അദ്ദേഹത്തിൻ്റെതായിരുന്നു.
അതുവരെ ബൗദ്ധം നിലനിന്ന ഒരു പ്രദേശമാണ് ഓണാട്ടുകര. ഓണം എന്ന് പറഞ്ഞാൽ ശ്രമണമാണ്. അപ്പൊ ശ്രമണത്തിൻ്റെ മഹാബലിയായിട്ടുള്ള ബുദ്ധന്റെ തന്നെ കരയായിട്ടുള്ള മാവേലിക്കര എന്ന് പറഞ്ഞാൽ വലിയ അതിർത്തി അല്ലെങ്കിൽ വലിയ തീരദേശമുള്ള അല്ലെങ്കിൽ ഒരു കടലിൻ്റെയോ കായലിൻ്റെയോ ജലാശയത്തിൻ്റെയോ അതിർത്തി എന്നൊരർത്ഥമുണ്ട് ഭൗമശാസ്ത്രപരമായി. അതേസമയം കുറച്ചുകൂടി സാംസ്കാരിക ചരിത്രപരമായി നോക്കുമ്പോൾ മഹാബലിയായിരിക്കുന്ന ലോകനാഥനായിരിക്കുന്ന ബുദ്ധന്റെ സ്വന്തം കര എന്നുകൂടിയാണ്. ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ ശ്രമണ നാട്ടുകര തന്നെയാണ്, ബൗദ്ധക്കര തന്നെയാണ്. ബുധനൂര് ഇവിടെ അടുത്തുണ്ട്. മരുതൂൾ കുളങ്ങരയിൽ നിന്ന് കിട്ടിയ ബുദ്ധനാണ് ഈ കായംകുളത്ത് കൃഷ്ണപുരം പാലസിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ മാവേലിക്കരയാണെങ്കിൽ കണ്ടിയൂർ അമ്പലത്തിനടുത്ത് നിന്നുള്ള ചിലജലങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ഇവിടെ 1923 എടുത്തു വെച്ചിട്ടുള്ളത്. കറ്റാനത്തിരിക്കുന്നതും അവിടുത്തെ അമ്പലക്കുളത്തിൽ, ഭരണിക്കാവ് പള്ളിക്കൽ എന്ന് പറയുന്ന അമ്പലക്കുളത്തിൽ കാലുരച്ച് കഴുകാനും തുണിയലക്കാനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബുദ്ധനാണ്. മറിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്തായിരുന്നു തുണിയലക്കിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 10ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന അനുരാധപുരം ശൈലിയിൽ, സൗത്ത് ഏഷ്യയിലും ശ്രീലങ്കയിലും ഒക്കെ പ്രമാദമായിരിക്കുന്ന അനുരാധപുരം ശൈലിയിലാണ് ഈ മാവേലിക്കരയിലെ ബുദ്ധനാകട്ടെ, പള്ളിക്കൽ ഭരണിക്കാവിലിരിക്കുന്ന ബുദ്ധനാകട്ടെ, ഇപ്പോൾ മരുതൂർക്കുറങ്ങയിൽ നിന്ന് കിട്ടി കൃഷ്ണപുരം പാലസിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന ബുദ്ധനാകട്ടെ, കരുമാടിയിൽ പാതി തകർക്കപ്പെട്ട കരുമാടിയിലിരിക്കുന്ന ബുദ്ധനാകട്ടെ, ഇവരൊക്കെ തന്നെ. അപ്പൊ അത്രയും വിപുലമായ ലോകം മുഴുവൻ നിറഞ്ഞ അശോകന്റെയും പിന്നീട് വന്ന മഹായാന സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായി വികസിച്ച പ്രബുദ്ധതയുടെ സ്വന്തം നാടാണ് ശ്രമണ നാട്ടുകര എന്ന് പറയുന്ന ഓണാട്ടുകര. അതിൽ തന്നെ മഹാബലിയായ ബുദ്ധന്റെ മഹാബലിയാണ്. കാരണം അദ്ദേഹം എല്ലാത്തിനെയും ത്യജിച്ചു. മഹാപരിത്യാഗിയാണ്. മഹാപരിത്യാഗത്തിലൂടെ സ്വന്തം മകനെയും ഭാര്യയെയും കുടുംബത്തെയും രാജാധികാരത്തെയും ചെങ്കോലിനെയും സിംഹാസനത്തിനൊക്കെ തന്നെ ത്യജിച്ചുകൊണ്ടാണ് ബുദ്ധൻ ആ മഹാബലിയായിട്ട് മാറിയത്. നാരായണ ഗുരുവും അങ്ങനെയാണ്. മഹാപരിത്യാഗത്തിലൂടെയാണ്. അദ്ദേഹത്തിന് വലിയ ആശാനായിട്ടോ ധനാഢ്യനായ ഒരു കർഷകനായിട്ടോ ഒക്കെ അവിടെ കഴിയാമായിരുന്നു. നമുക്കറിയാം അവിടുത്തെ ചെമ്പഴന്തിയിലെ പിള്ള തന്നെയാണ് അദ്ദേഹത്തെ എഴുത്തിനിരുത്തിയത്. പക്ഷെ അദ്ദേഹം ശ്രമണനായി അലഞ്ഞു. അദ്ദേഹത്തിൻ്റെ പരിവ്രാജക ജീവിതം ലോകാന്തരങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് തമിഴകത്ത് മുഴുവൻ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് ബുദ്ധനെ പോലെ തന്നെ അദ്ദേഹം ആ ഓണാട്ട് സംസ്കാരത്തിലേക്ക്, ശ്രമണരുടെ ആ സഞ്ചാര സംസ്കാരത്തിലേക്ക് കയറുകയും ജനജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെ കണ്ടെത്തുകയും അതിന് നിവാരണം അന്വേഷിക്കുകയും ചെയ്തു. ബുദ്ധന്റെ തത്വചിന്ത അതാണ്. ബഹുജനങ്ങളുടെ സുഖവും ബഹുജനങ്ങളുടെ ഹിതവും അതാണ് എൻ്റെ തത്വചിന്ത. ദൈവത്തെയോ ദൈവങ്ങളുടെ മായികതയോ ആത്മാവിനെ കുറിച്ചല്ല, മറിച്ച് മനുഷ്യരുടെ ഇഹലോകത്തിലുള്ള ദുഃഖ സങ്കട ജീവിതങ്ങളെക്കുറിച്ച്, അവരുടെ ദുരിതങ്ങളെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മറ്റ് അനീതികളെക്കുറിച്ച്, പ്രത്യേകിച്ചും വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്ന ഈ വൈദിക വർണ്ണാശ്രമധർമ്മം, സനാതനം എന്ന് വാഴ്ത്തപ്പെടുന്ന ആ വർണ്ണാശ്രമധർമ്മം നമ്മുടെ മുഖ്യമന്ത്രി ശിവഗിരിയിൽ പോയി കഴിഞ്ഞ തീർത്ഥാടന സമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മം തന്നെയാണ്. അദ്ദേഹമല്ലാതെ ആദ്യം പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ശിവഗിരിയിൽ തന്നെ 1960കളുടെ തുടക്കത്തിൽ നടന്ന തീർത്ഥാടന സമ്മേളനത്തിൽ നാരായണ ഗുരുവിന്റെ മറ്റൊരു വത്സര ശിഷ്യനായിട്ടുള്ള സഹോദരൻ അയ്യപ്പനാണ് പറഞ്ഞത്, ഈ ധർമ്മം 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 എന്നൊക്കെ ഈ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ സാധാരണക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ, ഇത് മറ്റൊന്നുമല്ല, വർണ്ണാശ്രമധർമ്മമാണ്. എന്താണിത്? ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മരം പൊട്ടി മുളച്ചുണ്ടാകുന്നത് പോലെയോ എന്നാണ് ഗുരു ചോദിച്ചത്. ഈ വർണ്ണാശ്രമധർമ്മികൾ വിരാട് പുരുഷൻ എന്ന് പറഞ്ഞ ബ്രഹ്മത്തെ, പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായി സങ്കല്പിക്കുന്ന ഈശ്വരനെ ഒരു വിരാട് പുരുഷനായി സങ്കല്പിക്കുകയും ആ പുരുഷന്റെ മുഖത്തുകൂടി ചിലരുണ്ടായി. അവർ പ്രമാണിമാരാണത്രേ, പുരോഹിതന്മാരാണത്രേ, അവരാണ് ബ്രാഹ്മണർ. കൈകളിലൂടെ ചിലരുണ്ടായി, അവരാണത്രേ ക്ഷത്രിയർ. തുടയിലൂടെ ഉണ്ടായവർ വൈശ്യരാണത്രേ. ഏറ്റവും അടിത്തട്ടിലുള്ള നിൽക്കുന്ന ആ പുരുഷന്റെ, വിരാട് പുരുഷന്റെ പാദത്തിലൂടെ ഉണ്ടായവരത്രേ ശൂദ്രം. ഈ 4 വർണ്ണക്കാരെ കുറിച്ച് മാത്രമേ വൈദികമായ പുരുഷ സൂക്തത്തിൽ പറയുന്നുള്ളൂ. ഇതിനെയാണ് ഗുരു പരമപരിഹാസത്തിലൂടെ നിരാകരിച്ചത്. ഇതെന്താ, മരം പൊട്ടി മുളച്ചുണ്ടാകുന്നത് പോലെയാണോ എന്നാണ് നാരായണ ഗുരു, സാക്ഷാൽ നാരായണ ഗുരു ചോദിച്ചത്. അപ്പൊ വേദവിമർശത്തിലൂടെയാണ് അദ്ദേഹം തുടങ്ങിയത്.
വേദവിമർശത്തിലൂടെ തുടങ്ങുകയും ഈ വർണ്ണാശ്രമധർമ്മത്തെ ദൈവദത്തമാക്കി സ്ഥാപിച്ചിരിക്കുന്ന ഗീതയുടെ ഈ ഗുണകർമ്മ സിദ്ധാന്തത്തെ പരിപൂർണമായി നിരാകരിക്കും. പ്രത്യേകിച്ചും പുനർജന്മ സിദ്ധാന്തത്തെ പരിപൂർണമായും ആക്ഷേപിച്ച് തള്ളുകയുമാണ് അദ്ദേഹം ഉണ്ടായത്. അദ്ദേഹം ചോദിച്ചു, ഗുണകർമ്മങ്ങൾ സ്ഥായിയല്ലല്ലോ, ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ചാതുർവർണ്ണ്യം നിശ്ചയിക്കുന്നത്? പിന്നെ എങ്ങനെ നിങ്ങൾ വർണ്ണം നിശ്ചയിക്കും? മനുഷ്യരുടെ സ്വഭാവം, ഗുണം, കർമ്മം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ മനുഷ്യരുമായി സംവദിക്കുകയാണ്. കുറച്ചു മുമ്പ് ഞാൻ വണ്ടി ഓടിച്ചു വരികയായിരുന്നു. ഞാനൊരു ഡ്രൈവറുടെ പണിയാണ് എടുത്തത്. അതിനു മുമ്പ് എൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയായിരുന്നു. ഒരു നഴ്സിൻ്റെ പണിയാണ് ഞാൻ അവിടെ എടുക്കുന്നത്. അപ്പം എൻ്റെ ഒരു ദിവസം തന്നെ നോക്കിയാൽ നാം എന്തെല്ലാം ഗുണകർമ്മങ്ങളിലൂടെ കടന്നു പോകുന്നു, എപ്പോഴൊക്കെ നമ്മുടെ സ്വഭാവവും കർമ്മങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എവിടെയാണ് നിങ്ങൾ ജന്മം വെച്ചുകൊണ്ട് ഒരു കുടുംബത്തിൽ പിറന്നു, ഒരു പ്രത്യേക വംശത്തിൽ പിറന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വർണ്ണാശ്രമം എങ്ങനെ നിശ്ചയിക്കും? ഗാന്ധിജി പോലും ഈ പറഞ്ഞ 2-3 തവണ ഗുരുവുമായി സംഭാഷണം നടത്തിയിട്ട് പോലും ഗാന്ധിജിക്ക് ഇതിൻ്റെ മൗഢ്യം മനസ്സിലായില്ല. ഇവിടെ ജി സുധാകരനും സ്വാമിജിയും ഒക്കെ വിശദീകരിച്ചു. എന്താണ് മനുഷ്യാണം, മനുഷ്യത്വം, ജാതി, ജാതിർഗോത്വം ഗവാമ്യഥ ന ബ്രാഹ്മണാദികസ്യൈവം ഹാ തത്വം വേത്തി പോ പിന്ന. ഇന്ന് സംസ്കൃതത്തിൽ തന്നെ ആദ്യം മലയാളത്തിലെല്ലാം പറഞ്ഞു, ഇവരൊക്കെ വിശദീകരിച്ച് ഞാൻ അതിൽ കിടക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും കേരളത്തിന് പുറത്ത് ആർക്കെങ്കിലും അറിയണമോ? അത് വേറൊരു സംഭവമാണ്. ഗുരുവിനോട് ഗാന്ധിജി ചോദിക്കുന്ന ആദ്യ ചോദ്യം, ഗുരുജിക്ക് ഇംഗ്ലീഷ് അറിയില്ല അല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ നാരായണ ഗുരു തിരിച്ചു ചോദിച്ചാൽ വലിയ ഇല്ല എന്ന് പറഞ്ഞു, മറുപടി കൊടുത്തു. മാത്രമല്ല മറ്റൊരു ചോദ്യവും കൂടി അദ്ദേഹം കൊടുത്തു, മഹാത്മജിക്ക് സംസ്കൃതം അറിയില്ല അല്ലേ എന്ന് അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ തന്നെ മഹാത്മജിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സംസ്കൃതത്തിലും കൂടി എഴുതി വെച്ചു. കാരണം ആർക്കെങ്കിലും ഇനി മലയാളം അറിയാത്തവർക്കൊക്കെ മനസ്സിലായിക്കൊള്ളട്ടെ എന്ന് വെച്ചാണ് സംസ്കൃതം. പശുക്കൾക്ക് പശുത്വം എന്ന പോലെ മനുഷ്യരുടെ എല്ലാ മനുഷ്യരും പുണർന്നു പെറുന്നതെല്ലാം ഒരിനം എന്ന് അദ്ദേഹം വിശദീകരിച്ച സ്പീഷീസ്, പാശ്ചാത്യമായ ആധുനിക ശാസ്ത്രങ്ങളുടെ ശൈലിയിൽ മനുഷ്യനെ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസായിട്ട് മനുഷ്യവർഗമായി കാണുകയും അദ്ദേഹം മൃഗങ്ങളിൽ നിന്ന് അവരെ വേർതിരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഗാന്ധിജിക്ക് അവസാനം പോലും 5 തവണ അദ്ദേഹം കേരളത്തിലേക്ക് വന്നു. മഹാത്മജി 5 തവണ വന്നു. 1920 അദ്ദേഹം വന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടത്തെ പിടിച്ചു കുലുക്കാൻ വേണ്ടി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ വരെ ദേശീയ പ്രസ്ഥാനധാരയുമായി കോർത്തിണക്കിക്കൊണ്ട് മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പോലും പ്രവർത്തിക്കാൻ വേണ്ടി 1920 അദ്ദേഹം കോഴിക്കോടും മലപ്പുറം ഭാഗങ്ങളിലൊക്കെ വന്നു. പിന്നീട് വന്നത് നമ്മുടെ വൈക്കം പോരാട്ട വേളയിൽ 1925 ഈ പറയുന്ന ഇന്ന് നാം 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ പറയുന്ന മാർച്ച് മാസത്തിലാണ്, 1925 മാർച്ച് മാസത്തിലാണ് 9-ാം തീയതി വൈക്കത്തേക്ക് വരുന്നു. 10-ാം തീയതി ഇണ്ടംതുരുത്തിയുമായി ചർച്ച നടത്തുന്നു. നിർഭാഗ്യകരമെന്ന് പറയാം, കൊളോണിയൽ ബ്രിട്ടീഷ് ഭരണകൂടത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഗാന്ധിജിയെപ്പോലും തിണ്ണയുടെയും പുറത്ത് ആ മനയുടെ ഒരു അനക്സായിരുന്നു. വടക്കേ നടയിലുള്ളത് ഇണ്ടംതുരുത്തി മനയുടെ ഒരു അനക്സായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തൊഴുത്ത് പോലുള്ള ഒരു കെട്ട്, ഒരു വേറൊരു കെട്ട് എന്ന് പറയാം. അപ്പം അവിടെ അതിൻ്റെ മുറ്റത്ത് മാത്രമേ, അതിൻ്റെ തിണ്ണയിൽ പോലും ഭൂമുഖത്ത് പോലും കയറ്റാതെ ഇണ്ടംതുരുത്തി നമ്പ്യാതിരി എന്ന് പറയുന്ന ആ ക്ഷാത്ര ബ്രാഹ്മണൻ ഏതാണ്ട് 15-16 നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ആ ഭരണം കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം മധ്യകാലത്ത് എങ്ങനെയാണ് ബുദ്ധിസത്തെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും മഹാബലിയെ ചതിയിലൂടെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടാണ് വൈഷ്ണവ ബ്രാഹ്മണ്യം ഇവിടെ മേൽക്കൈ നേടിയത്. നമുക്ക് മഹാബലിയുടെ കഥയിൽ അറിയാം. സഹോദരൻ അയ്യപ്പൻ തന്നെ ഓണപ്പാട്ടിൽ പറയുന്നു, ദാനം കൊടുത്ത സുമതി തൻ്റെ ശീർഷം ചവിട്ടിയ യാചകനും, ഒരു യാചകനായി വന്ന് ഇരന്ന് വന്നുകൊണ്ട് ഒരു പ്രച്ഛന്ന ബ്രാഹ്മണനായിരുന്നു പ്രച്ഛന്ന ബൗദ്ധനായി വന്നുകൊണ്ട് ആ ബ്രാഹ്മണൻ ചതിയിലൂടെ ചവിട്ടിത്താഴ്ത്തുകയാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വൈഷ്ണവ ബ്രാഹ്മണ്യം എല്ലാ ബുദ്ധവിഹാരങ്ങളെയും മഹാപള്ളികളാണ്. പുതുപ്പള്ളി, വാരണപ്പള്ളി, കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, ഇതെല്ലാം വലിയ പെരുമ്പള്ളികളായിരുന്നു. മഹാനായ അശോകരുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട സംഘമിത്ത തന്നെയാണ് ബോധിയിൽ പോലും ബൗദ്ധരെ അടിച്ചു പുറത്താക്കുകയാണ്. ഗയ കമ്മിറ്റിയിൽ
ഹിന്ദുക്കളെ ബ്രാഹ്മണരെ കയറ്റി വെക്കുന്നു. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജില്ലാ മജിസ്ട്രേറ്റ് വേണമെന്ന നിബന്ധന ഉണ്ടാക്കി അവിടെ ഹിന്ദുക്കളെ കയറ്റി വെക്കുന്ന RSSകാരെ കയറ്റി വെക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ വഖഫിന്റെ വിഷയത്തിലാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷനാണ് വന്നിരിക്കുന്നത്. ആദ്യം ബൗദ്ധരോട് 1949 ഗയ ആക്ട് എന്ന് പറയുന്ന ആക്ടിലൂടെയാണ് ബൗദ്ധരുടെ വിഹാരത്തിന്റെ നിയന്ത്രണം ടെമ്പിൾ കമ്മിറ്റിയിലേക്ക് ബൗദ്ധേതരരായിട്ടുള്ള ആൾക്കാർ, ഒരു മൈനോറിറ്റിയാണ് ഇന്ത്യയിൽ ബൗദ്ധർ, നമുക്കറിയാം. അത് തന്നെ ഉണ്ടായത് ഭരണഘടനാ ശില്പിയായ ബാബാ സാഹബ് അംബേദ്കർ 1956 6 ലക്ഷം തൊട്ടുകൂടാത്തവരുമായി ബുദ്ധമതത്തെ പുതിയതായി അദ്ദേഹം ആവിഷ്കരിച്ച നവയാനം എന്ന് പറയുന്ന ഭീമയാനം അല്ലെങ്കിൽ ആധുനിക ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം മാറിയതോടുകൂടിയാണ് കുറച്ചെങ്കിലും 0.02 എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അവരുടെ ജനസംഖ്യ ഉയർന്നു. അപ്പൊ ആ രീതിയിൽ അതിഭീകരമായ മർദ്ദനത്തിലൂടെ ഒതുക്കി അടിച്ച് തകർത്ത് ജനങ്ങളെ അടിമകളാക്കി തൊട്ടുകൂടാത്തവരാക്കി. ഇതൊക്കെ സഹോദരൻ അയ്യപ്പനാണ് തന്റെ കവിതകളിൽ വിശദീകരിച്ചിട്ടുള്ളത്. ബൗദ്ധകാന്ഡം 1934 സഹോദരന്റെ പദ്യകൃതികളിലാണ് ഒരു ബൗദ്ധകാന്ഡം. വൈശാഖ പൗർണമി ഇപ്പൊ കഴിഞ്ഞുപോയി, ബുദ്ധ പൂർണിമ, ഗയയിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ലോകം മുഴുവനുള്ള ബുദ്ധ ഭിക്ഷുക്കളും ബഹുജനങ്ങളും അവിടെ വന്നുകൊണ്ട് നിരാഹാരമിരിക്കുകയാണ്. തങ്ങളുടെ വിഹാരത്തിന്റെ നിയന്ത്രണം തങ്ങൾക്ക് തരണം. ഭരണഘടനാപരമായി 25, 26, 27 വകുപ്പുകളുടെ ഫണ്ടമെന്റൽ റൈറ്റാണ്. എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും തങ്ങളുടേതായിട്ടുള്ള ആരാധനാ സ്ഥാനങ്ങൾ നടത്താനും അതിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റാണ്. മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മൗലികാവകാശം ന്യൂനപക്ഷ അവകാശങ്ങളിൽ വരുന്ന ഭാഗങ്ങളാണ് റദ്ദാക്കപ്പെട്ടത്. ഇത് തന്നെയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയും പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിന് ചില ക്രൈസ്തവരുടെയൊക്കെ സപ്പോർട്ട് നേടിയിരിക്കും. ഇപ്പം കാസക്കാരും അല്ലെങ്കിൽ ക്രിസംഖികളും ഒക്കെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ആദ്യം മുസ്ലിങ്ങിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഒറ്റതിൽ. അടുത്തു വരുന്നത് ചർച്ച് ആക്റ്റാണ് എന്നിവർ അറിയുന്നില്ല. അതുകൊണ്ടാണ് സ്വന്തം സഹോദരങ്ങളെ കൊല്ലാൻ പോലും മടിയില്ലാത്തവരാക്കി ചാതുർവർണ്ണ്യത്തിന്റെ ബ്രാഹ്മണ്യത്തിന്റെ പ്രത്യയശാസ്ത്രം ഇന്ത്യക്കാരെ മാറ്റി. 1984 ഇത് നടന്നതാണ്. ഇത് ലോകത്തെങ്ങും ഇല്ലാത്ത കാര്യമല്ല. 1984 സിഖ് കൂട്ടക്കൊലയിൽ 3-5 ദിവസത്തിനുള്ളിൽ 5000 സിഖുകാരെയാണ് കൊല ചെയ്തത്. ഡൽഹിയിലാണ് സംഭവിച്ചത്. ഇന്ദിരാഗാന്ധിയോട് കുറിച്ച് ഇവിടെ പറഞ്ഞു. പക്ഷെ ഇന്ദിരാഗാന്ധിയെ അവരുടെ ഒരു പരിചാരകൻ, ഒരു രക്ഷകൻ വെടിവെച്ചപ്പോൾ സിഖ് ജനതയെ ആണ് കൂട്ടക്കൊലയ്ക്ക് വിധേയരായി. ഗോധരയിൽ നടന്നതുപോലെയാണ് സംഭവം. അപ്പോൾ വളരെ പ്ലാൻഡ് ആൻഡ് ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് അവിടെ സ്വന്തം സഹോദരങ്ങളെ കൊല്ലാൻ ജൈനരെ പോലും ഉപയോഗിക്കുകയുണ്ടായി. അപ്പം അങ്ങനെയാണിപ്പോൾ ആദിവാസികളെയും ദളിതരെയും പിന്നോക്ക വിഭാഗങ്ങളെയും ഒക്കെ തന്നെ പ്രാതിനിധ്യമില്ലാതെ പിന്നോക്കമായി കിടക്കുന്ന ബഹുജന വിഭാഗങ്ങളെ ഇപ്പം കാസ്റ്റ് സെൻസസ് നടത്തുമെന്നാണ് പറയുന്നത്. എങ്ങനെ നടത്തും എന്ന് കണ്ടറിയേണ്ടത്, അതിൻ്റെ കൃത്യമായ ഒരു ടൈം സ്കെയിലും ഷെഡ്യൂളുകളും ഒക്കെ അറിഞ്ഞാൽ എന്തുമാത്രം നൈതികമാകും എന്ന് നമുക്കറിയാൻ കഴിയും. ഇപ്പൊ പ്രാതിനിധ്യത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട തൊട്ടുകൂടാത്തവരായ ബഹുജന വിഭാഗങ്ങളെ, തൊട്ടുകൂടാത്തവരെങ്ങനെ ഉണ്ടായി എന്ന് നാം അറിയണം. ബൗദ്ധരെയാണ് തൊട്ടുകൂടാത്തവരാക്കിയത്. ബ്രാഹ്മണ്യം ചാതുർവർണ്ണ്യം സ്ഥാപിക്കപ്പെട്ടപ്പോഴാണ് ഈ ബുദ്ധന്മാരെയൊക്കെ എടുത്ത് കുളത്തിലേക്കും തോട്ടിലേക്കും കരിമാടിയിലെ ചെളിനിലത്തിലേക്കും ഒക്കെ ചവിട്ടി താഴ്ത്തി മഹാബലിയെ തള്ളിയതുപോലെ ആ ജനതയെ മുഴുവൻ തൊട്ടുകൂടാത്തവരാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് നാരായണഗുരു 1888 തന്നെ അദ്ദേഹം ആദ്യ പ്രതിഷ്ഠ നടത്തിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് ഈഴവ ശിവനാണ് എന്നാണ്. ഇപ്പൊ ഈഴവ ശിവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഴത്തിന്റെ ശിവൻ എന്നാണ്. ഈഴം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഴചേർന്നിരിക്കുന്നത്, ഇഴപ്പെരുക്കമുള്ളത്, ഇഴയടുപ്പമുള്ളത്, ഇഴുകിച്ചേരുന്നത്. സംസ്കൃതത്തിൽ പറഞ്ഞാൽ സംഘടിതമായിരിക്കുന്നത്, സംഘം എന്ന അർത്ഥവും. സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധന്റെ ആശ്രയവും അദ്ദേഹത്തിന്റെ സാമൂഹ്യ സംവിധാനവുമാണ് സംഘം. സാഹോദര്യത്തെക്കുറിച്ച് ഇവിടെ സൂചനയുണ്ടായി. സാഹോദര്യത്തിന്റെ മൈത്രിയുടെ മൂർത്തരൂപം അതാണ് ഇഴചേർന്നിരിക്കുന്ന ഈഴം അല്ലെങ്കിൽ സംഘം. സംസ്കൃതത്തിൽ തമിഴ് ചങ്കം എന്ന് പറയും. ചങ്കം തമിഴ് ചങ്കങ്ങളെക്കുറിച്ച് പറയും, ചങ്ക സാഹിത്യത്തെക്കുറിച്ച് പറയും. സംഘസാഹിത്യവും സംഘസംസ്കാരവും ഒക്കെ തമിഴകത്തുണ്ടായത് മഹാനായ ബുദ്ധന്റെ ഈ ധമ്മചിന്ത, ബുദ്ധം ധമ്മം സംഘം എന്ന് പറയുന്ന ത്രിശരണങ്ങൾ, ഇപ്പോഴും ശരണം വിളിച്ചുകൊണ്ടാണ്
നാം പള്ളിമാമല എന്ന് പറയുന്ന പള്ളിമലയിലേക്ക് പള്ളിക്കെട്ടുമെടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോഴും ശരണം വിളിച്ചുകൊണ്ടാണ് ക്രൈസ്തവർ നമ്മുടെ മലയാറ്റൂർ മുടിയിലേക്ക്, ഇവിടുന്നൊക്കെ ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല, കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തു നിന്നും വരെ മരക്കുരിശും ചുമന്നുകൊണ്ട് അവർ പോവുകയാണ് മലയാറ്റൂർ മുടിയിലേക്ക്. എറണാകുളത്തിൻ്റെ കിഴക്ക് വശത്ത് അവർ വിളിക്കുന്നതാണ് പൊന്മല ശരണം എന്നാണ് പറയുന്നത്. പൊന്നിൻ കുരിശു മുത്തപ്പ പൊന്മല ശരണം എന്നാണ് പറയുന്നത്. അപ്പം ആ ശരണം എവിടെ നിന്നുണ്ടായി? ഈ ശരണം വിളി ഈ പറയുന്ന വർണ്ണാശ്രമ ധർമ്മികളുടെ ബ്രാഹ്മണികമായ ഏതെങ്കിലും പാഠങ്ങളിലോ താന്ത്രിക വിധികളിലോ കുഴിക്കാട്ട് പച്ചയിലോ അല്ലെങ്കിൽ തന്ത്ര സമുച്ചയത്തിലോ ഒക്കെ തന്നെ ഈ ശരണം വിളിയുണ്ടോ? ഇല്ല. ശാസ്താവ് എന്ന പദവുമില്ല. ശാസ്താവ് എന്ന ധർമ്മശാസ്താവ് എന്നൊക്കെ ആക്കി അത് പ്രത്യേക ഒരു ഒരു പുതിയ മൂർത്തിയാക്കി അതിനെക്കുറിച്ച് മൂലൂര് തന്നെ അതിനെക്കുറിച്ച് കവിത എഴുതിയിരിക്കുകയാണ്. തക്കത്തിൽ സംഭവിച്ചാൽ ഹരിഹരം സുതനാം അയ്യപ്പനാം അപ്പനേവം ശക്തിക്ക് ആസ്ഥാനമായി ശബരിമലയിലും സ്വാമിയാരെ തൊഴുന്നേനെന്ന് പറയുന്ന അയ്യപ്പ സ്തോത്ര പഞ്ചകം എന്ന കവിത 1910-കളിൽ തന്നെ മൂലൂർ എഴുതിയിട്ടുണ്ട്. ഗുരുവിനെ വഴി തടഞ്ഞതാണ് വൈക്കം പോരാട്ടത്തിലേക്ക് ഈ ടി.കെ. മാധവനെ പ്രകോപിപ്പിച്ചത് എന്ന് കാണിക്കുന്ന ഒരേ ഒരു രേഖ മൂലൂരിൻ്റെ 1-2 കവിതകൾ മാത്രമാണ്. സഹോദര്യം കരപ്പുറം സംഘത്തിനു വേണ്ടി കെ. അയ്യപ്പൻ BA സഹോദരൻ അയ്യപ്പൻ്റെ പ്രേരണയിൽ എഴുതിയതാണ്. 1925 സഹോദരൻ അയ്യപ്പൻ്റെ പ്രേരണയിലാണ് മൂലൂര്, ഇവിടെ ഇലവന്തിട്ടയിലുള്ള ആള്, തൊട്ടടുത്ത പത്തനംതിട്ട പഴയ തിരുവല്ല താലൂക്കിലുള്ള ആള്, 1925 സഹോദരൻ പറഞ്ഞിട്ട് ബുദ്ധന്റെ ധമ്മപദം, അദ്ദേഹത്തിന്റെ ത്രിപിടകങ്ങൾ ലക്ഷക്കണക്കിന് പേജുകളാണ്. അതിൻ്റെ സാരാംശമാണ് ഏതാണ്ട് 500 പദ്യങ്ങൾ വരുന്ന 465 പദ്യങ്ങൾ വരുന്ന ധമ്മപദം എന്ന് പറഞ്ഞാൽ ധമ്മത്തിൻ്റെ ഇടം, ധമ്മത്തിൻ്റെ പാത, ധമ്മപാത എന്നൊക്കെ പല അർത്ഥങ്ങളുണ്ട്. നീതിയുടെ, സത്യത്തിൻ്റെ നീതിയുടെ പാത എന്നാണ് ധമ്മപദം നാലർത്ഥമാക്കുന്നത് പാലിയിൽ. അപ്പോൾ ആ പാലി പാരമ്പര്യം മൂലൂരിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടനാട്ടിലേക്ക് പോയാൽ അറിയാം, പമ്പയുടെ തീരങ്ങൾ മുഴുവൻ, ശബരിമല മുതൽ ചെങ്ങന്നൂര് മുതൽ താഴോട്ട് ആ ശ്രീമൂലവാസം അടക്കമുള്ള ഈ പറഞ്ഞ തൃക്കുന്നപ്പുഴ എന്നൊക്കെ പറയുന്ന ആ പ്രദേശങ്ങൾ അടക്കം, പുറക്കാട്, പള്ളിപ്പുറ, ഈ ഭാഗങ്ങൾ മുഴുവൻ ബൗദ്ധമായിരുന്നു. ബൗദ്ധ ശില്പങ്ങളും ബൗദ്ധ വട്ടങ്ങളും സ്തൂപങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുകയാണ്. മൂലൂരിൻ്റെ ഭവനത്തിന് അരികിൽ തന്നെ, ചെങ്ങന്നൂര് മംഗളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇടപ്പള്ളി മംഗളം. അപ്പൊ ആ മൂലൂര് പിന്നെ 1925 ബുദ്ധന്റെ ധമ്മപദം ട്രാൻസ്ലേറ്റ് ചെയ്തു. ഗുരുവിന്റെ ഏറ്റവും മുതിർന്ന കവിശിഷ്യനാണ് മൂലൂർ. ഗുരുവിനേക്കാൾ 5 വയസ്സ് മാത്രമേ എളുപ്പം. ആ മൂലൂരാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിൻ്റെ 100ാം വാർഷികമാണ്. ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ ഭാഷാഭൂഷണിയിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ലേഖനം എഴുതി. ഒരു ചെറിയ ലേഖനം, വലിയ ലേഖനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം 100ാം വാർഷികമാണ്. ആ പുസ്തകം പോലും ഇപ്പോൾ കിട്ടാനില്ല. സാഹിത്യ അക്കാദമിയിൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ സാഹിത്യ അക്കാദമിയിൽ പോലും ഇല്ല. മൂലൂർ സ്മാരകത്തിൽ ഇലവന്തിട്ടയിൽ പോയാൽ മാത്രം 1-2 കോപ്പികൾ മാത്രമേ അവരുടെ കളക്ഷൻ. 1934 സഹോദരന്റെ പദ്യകൃതികൾ ബൗദ്ധകാന്ഡം, കേരള ഭാഷയിൽ ആദ്യമായിട്ട് ബൗദ്ധകാന്ഡം വന്നു. CV കുഞ്ഞിരാമനാണ് ഗുരുവിൻ്റെ മറ്റൊരു ശിഷ്യനാണ്. ഇതിനെക്കുറിച്ച് ചരിത്രലേഖനങ്ങളും ഉപന്യാസങ്ങളും ഒക്കെ എഴുതി. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ബുദ്ധനാണ്. ചിത്തൻ, അരത്തൻ എന്നൊക്കെ മയ്യനാട്ടെ ഈഴവർക്ക് പല മൂർത്തികളുമുണ്ട്. ആരാണ് ചിത്തൻ? വജ്രയാനത്തിലെ സിദ്ധനാണ്. അരത്തൻ എന്ന് പറഞ്ഞാൽ അത് തേരവാദത്തിലെ, ആദിമ ബുദ്ധിസത്തിലെ അർഹതൻ തന്നെയാണ് അരത്തൻ അല്ലെങ്കിൽ ആദൻ. നമ്മുടെ ചേര രാജാക്കന്മാരുടെയൊക്കെ ബിരുദമായിരുന്നു. ചേരലാദൻ, നെടും ചേരലാദൻ എന്നാണ് വിളിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബൗദ്ധ പാരമ്പര്യമുണ്ടായിരുന്ന സ്ഥലത്താണ് 1539 മാത്രമാണ് വൈക്കം എന്ന് പറയുന്ന മഹായാന പള്ളിയെ, പെരുമ്പള്ളിയെ, ഇപ്പോഴും കാലാക്കൽക്കാവ് അവർണരുടെ കയ്യിലായിരുന്നു. അതിനെ ദേവസ്വം ബോർഡിലേക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ രീതിയിലുള്ള ബൗദ്ധപാരം 1539 മാത്രമാണ് അതിനെ ഒരു ശൈവ ബ്രാഹ്മണിക ഹൈന്ദവ ക്ഷേത്രമാക്കി മാറ്റിയത്. പുലിക്കാലൻ ചാമിയാരാണ് മാറ്റിയത്. അമ്പലപ്പുഴ വിഹാരം, നമുക്കറിയാം, കരിമാടിക്കുട്ടൻ ഇരുന്ന സ്ഥലമാണ്. തകഴിയും അമ്പലപ്പുഴയും ഒക്കെ തന്നെ കാമപുരയാക്കി മാറ്റി. അമ്പലപ്പുഴയിൽ ഇരുന്ന അത് 1545 വില്ലുമംഗലം സ്വാമിയാരുടെ നേതൃത്വത്തിൽ ചെമ്പകശ്ശേരി രാജാവിനെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ നിന്ന് മുരളീഗാനം കേൾക്കുന്നു. എന്നാൽ ഇത് വൈഷ്ണവമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് 1545. അപ്പൊ ഈ കുട്ടനാട്ടിലൊക്കെയുള്ള ഇത്തരം ക്ഷേത്രങ്ങൾ, നമ്മുടെ കണ്ടിയൂരമ്പലത്തിൽ ഇരുന്ന ബുദ്ധനാണ് ഇവിടെ ബുദ്ധ ജംഗ്ഷനിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു
മരുതൂർ കുറങ്ങര അമ്പലത്തിലിരുന്ന ബുദ്ധനാണ് ഇപ്പോൾ കൃഷ്ണപുരം പാലസിൽ. പള്ളിക്കൽ ഭരണിക്കാവിലിരുന്ന ആ ബുദ്ധനാണ് ഇപ്പോൾ കറ്റാനത്ത് ആ അമ്പലത്തിൻ്റെ വടക്കേ നടയിലാക്കി ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇതൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് ബഹുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ചാതുർവർണ്ണയവും ജാതിയും തൊട്ടുകൂടായ്മയും തീണ്ടലും ഒക്കെ നടപ്പാക്കിയത്. അപ്പം സാക്ഷാൽ നാരായണ ഗുരുവിന് പോലും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പം അദ്ദേഹം തന്നെ വൈക്കത്ത് ഒരു 3 ഏക്കർ ഭൂമി സ്വന്തം പേരിൽ വാങ്ങിച്ച് ചാർത്തിയെടുക്കും. അതാണ് വെല്ലൂർ മഠം. വെല്ലൂർ മഠം ഇന്നത്തെ പള്ളിക്കൂടം, ഇന്നത്തെ ഗുരുവിൻ്റെ ആശ്രമം പള്ളിക്കൂടം എന്ന് പറയുന്ന സ്ഥലമാണ് വെല്ലൂർ മഠം. അവിടെയാണ് മഹാത്മാഗാന്ധിജി വന്ന് 3 ദിവസം അന്തിയുറങ്ങിയത്, ഭക്ഷണം കഴിച്ചത്. ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. കഞ്ഞിയായിരുന്നോ കുടിച്ചതെന്ന് നമുക്കറിയില്ല, ചപ്പാത്തി ആയിരുന്നു. ഏതായാലും അവിടെ അകാലികളാണ് കൊടുക്കുന്നത്. അകാലികൾ എന്ന് പറയുന്നത് നമ്മുടെ സിഖ് സഹോദരന്മാർ പഞ്ചാബിൽ നിന്ന് ഒരു 2 കപ്പൽ നിറയെ ഗോതമ്പും മറ്റ് ഭക്ഷ്യ എണ്ണയും മറ്റ് വിഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് സൗജന്യമായിട്ട് അവർ ചപ്പാത്തിയും കറികളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ സമരഭടന്മാരെ, അവിടെ വരുന്ന ഗാന്ധി അടക്കമുള്ളവരെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇണ്ടന്തുരുത്തി മനയിലേക്ക് ചെന്നപ്പോൾ ഗാന്ധിജിയെ അവിടെ പുറത്തിരുത്തി മഹാത്മാഗാന്ധി ആംഗല സിംഹത്തിൻ്റെ കുഞ്ചിരോമം പിടിച്ച് കുലുക്കിയ ഗാന്ധി പോലും അദ്ദേഹത്തിനെ ബ്രാഹ്മണ്യത്തിൻ്റെ മുമ്പിൽ അടുത്തേക്ക് കയറ്റിയില്ല. ഇത് മാത്രമല്ല, അദ്ദേഹം മുൻജന്മ പാപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കർമ്മ സിദ്ധാന്തവും പുനർജന്മ സിദ്ധാന്തവും ഇവർ കൊള്ളക്കാരെക്കാളും ഈ തൊട്ടുകൂടാത്ത ജനങ്ങൾക്ക് വഴി നടക്കാൻ അവകാശം അഭ്യർത്ഥിക്കുകയാണ് ഗാന്ധിജി ഇണ്ടന്തുരുത്തി അമ്പിയായിരിൻ്റെ അടുത്ത്. അദ്ദേഹം ബ്രാഹ്മണനാണത്ര, ഇദ്ദേഹം ഒരു വൈശ്യനാണത്ര. അതുകൊണ്ടാണ് ഈ മാറ്റിയിരുത്തിയിരിക്കുന്നത്. അവിടെ തീണ്ടൽപ്പുര കെട്ടി മുറ്റത്ത് മാറ്റിയിരുത്തുക. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് തിരിച്ചു പോകുന്നു. എന്ന് മാത്രമല്ല, തിരുവിതാംകൂറിലേക്ക് പോയപ്പോൾ അദ്ദേഹം കന്യാകുമാരി അമ്പലത്തിലേക്ക് പോയി. അവിടെയും ക്ഷേത്ര ദർശനം മാന്യമായി നടത്താൻ സാക്ഷാൽ മഹാത്മാഗാന്ധിക്ക് 1925 കഴിഞ്ഞില്ല. തീണ്ടലായിരുന്നു. ഗുരുവിന് സംഭവിച്ചതുപോലെ ജാതി തീണ്ടലായിരുന്നു. ഒരു പുരോഹിതൻ അവിടെ നിന്ന് പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ, നിരക്ഷരനായ ഒരു ബ്രാഹ്മണൻ പറയുന്നു, അതാ അവിടെ നിൽക്കൂ മിസ്റ്റർ ഗാന്ധി, താങ്കൾ ഒരു വൈശ്യനാണ്, വർണ്ണവ്യവസ്ഥയിൽ ഒരു വൈശ്യനാണ്. അതുകൊണ്ട് ആ അമ്പലത്തിൻ്റെ പടിക്കെട്ടിന് അപ്പുറത്ത്, ആ കൊടിമരം വരുന്നതിൻ്റെ അപ്പുറത്ത് നിന്നാൽ മതി. ഇത്ര അടിയുടെ അകലമുണ്ട്, തീണ്ടലിൻ്റെ അകലമുണ്ട്, അതിനപ്പുറം നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഗാന്ധിജി അവിടെ നിന്നു. ഗാന്ധിജി എല്ലാ നിയമങ്ങളും ലംഘിക്കുന്ന ആളാണ്. നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻസ്, ഒപ്പുകുറുക്കൽ, ഇങ്ങനെ എന്തെല്ലാം നിയമങ്ങളുണ്ടോ അതെല്ലാം ലംഘിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ജാതിയുടെ നിയമം, തീണ്ടലിൻ്റെ അടിയകലം വന്നപ്പോൾ ഗാന്ധിജി അവിടെ നിന്ന് തൊഴുകയും അവിടെ നിന്ന് പുരോഹിതൻ എറിഞ്ഞു കൊടുത്ത ആ പ്രസാദം പിടിക്കുകയും അവിടെ നിന്ന് തൊഴുതു മടങ്ങുകയും ചെയ്തു. അപ്പം ഇത്രയും കൂടിയായി. ഇണ്ടന്തുരുത്തിയുടെ മുന്നിൽ പോയി ഈ പരിഹാസ്യമായ ജാതിലീല കാണിച്ചു. വീണ്ടും കന്യാകുമാരി അമ്പലത്തിൽ പോയി അവിടെയും പുരോഹിതന്റെ മുമ്പിൽ ബ്രാഹ്മണ പൗരോഹിത്യത്തിൻ്റെ ചാതുർവർണ്ണയത്തിൻ്റെ തീണ്ടലിന് പാലിച്ചു. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ഒരു കവിതയാണ് എഴുതിയത്, ഗാന്ധി സന്ദേശം. എന്താണ് ഗാന്ധി കൊടുക്കുന്ന സന്ദേശം? ബഹുജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനാണ് പറയുന്നത്. ഏത് നിയമവും അവരുടെ ലംഘിക്കാം, പക്ഷേ ജാതി നിയമങ്ങൾ ലംഘിച്ചുകൂടാ, തീണ്ടലിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൂടാ. അതുകൊണ്ട് ഏറ്റവും റിയാക്ഷണറി ആയിട്ടുള്ള, ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള ജാതി വർണ്ണാശ്രമ നിയമാവലിയാണ് സാക്ഷാൽ മഹാത്മാഗാന്ധിജി വണങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധി സന്ദേശം സഹോദരൻ അയ്യപ്പൻ എഴുതി പ്രസിദ്ധീകരിച്ചത്. എന്താണ്? ഈ ആംഗല സിംഹത്തിൻ്റെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിയ ഗാന്ധി പോലും ഇതാ നിൽക്കുന്നു ചാതുർവർണ്ണയത്തിൻ്റെ ശാസനയ്ക്ക്, ദുർശാസനയ്ക്ക് മുമ്പിൽ, ജാതിശാസനയ്ക്ക് വഴങ്ങുന്നു. നായിലും നാണം കെട്ട് ചവിട്ടുന്ന ബ്രാഹ്മണപാദം നടത്തുന്ന ആഹന്ത ദയനീയം എന്നാണ് സഹോദരൻ അയ്യപ്പൻ ഗാന്ധി സന്ദേശത്തിൽ എഴുതിയത്. ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണമുണ്ട്. വലിയ കവിതയാണ്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. 1934 സഹോദരൻ്റെ പദ്യകൃതികളിലാണ് ഇത് വന്നിട്ടുള്ളത്. തോന്നയ്ക്കൽ ശാരദാ ബുക്ക് ഡിപ്പോയിൽ നിന്ന് മിസ്സിസ് കുമാരനാശാനാണ് അത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച്. ഇപ്പോഴും നമുക്ക് സാഹിത്യ അക്കാദമിയിൽ നിന്ന് സഹോദരൻ്റെ പദ്യകൃതികളിൽ അത് വായിക്കാം. ഗാന്ധി സന്ദേശം വായിക്കാം. 1917 അദ്ദേഹം വിപ്ലവം ഉണ്ടാക്കിയത്. തൊട്ടുകൂടാത്തവർ എന്ന് പറഞ്ഞ് ചവിട്ടിത്താഴ്ത്തപ്പെട്ട പുലയ സഹോദരങ്ങളുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു എന്നതിൻ്റെ പേരിൽ ഏറ്റവും വലിയ ജാതിദണ്ഡനം അവിടുത്തെ ഈഴവ പ്രമാണികളിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങിയാണ്.
അപ്പൊ അവിടെയാണ് ഈഴവോത്ബോധനം എന്ന കവിതയിലാണ് സഖാക്കളെ രചിപ്പിൻ നിങ്ങൾ ഇവിടെ ധീരം സഖാക്കളെ ശ്രവിക്കിൽ രോമം ചീർക്കും താദൃശ കൃത്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയിൽ നടന്ന ഒക്ടോബർ റവല്യൂഷനെ കേരളത്തിൽ പരിചയപ്പെടുത്തും. അതേസമയം കവിതയിൽ അതേസമയം കേരള ഭാഷയിൽ എഴുതുകയും കൊമ്രൈഡ് എന്നതിന് സഖാക്കളെ എന്നുള്ള വിളി, ആ ഭാഷാപ്രയോഗം കേരള ഭാഷയിൽ നിന്ന് ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ആദ്യമായി പ്രയോഗിക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ്. പക്ഷെ ഇതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ വെട്ടിനീക്കുകയാണ്. ഇതൊക്കെ പ്രിന്റിങ്ങിൽ നിന്നും പ്രസിദ്ധീകരണത്തിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും അക്കാദമിക മാധ്യമ സംസ്കാരത്തിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ്. മൂലൂരിന്റെ ധർമ്മപദം 100 വർഷം പൂർത്തിയാക്കിയത് മറച്ചു വെച്ചിരിക്കുകയാണ്. സഹോദരൻ അയ്യപ്പന്റെ ഈ പറയുന്ന ബൗദ്ധകാണ്ഡത്തിലെ രചനകൾ, കാവ്യങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഗുരുവിന്റെ തന്നെ യഥാർത്ഥത്തിലുള്ള പ്രബോധനാത്മകമായ രചനകൾ മറച്ചു വെച്ചിരിക്കുകയാണ്. സഹോദരൻ എവിടുന്നാണ് ഈ ധൈര്യം കിട്ടിയത്? സാക്ഷാൽ നാരായണ ഗുരുവിന്റെ ശിഷ്യനായതുകൊണ്ടാണ്. സ്വന്തം കവിതയെ, സ്വന്തം തത്വചിന്തയെ എഡിറ്റ് ചെയ്യാനുള്ള അവകാശം തന്നെ, റീറൈറ്റ് ചെയ്യാനുള്ള അവകാശം തന്നെ സഹോദരന് കൊടുത്തു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെ വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന് സഹോദരൻ എഴുതിയപ്പോൾ, കർമ്മഗാനം തുടങ്ങിയ കവിതകൾ എഴുതിയപ്പോൾ ഗുരുവിന്റെ അടുത്ത് ഏഷണിക്കാർ ചെന്നു. ഇതാ സഹോദരൻ ഗുരുവിന്റെ മുദ്രാവാക്യത്തെ, തത്വചിന്തയെ തെറ്റായി പ്രചരിപ്പിക്കുന്നു. കാരണം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നാണല്ലോ ഗുരുവിന്റെ ചിന്ത. അതിന് ഘടകവിരുദ്ധമായി ഇതാ ദൈവം വേണ്ട, ജാതി മതം വേണ്ട എന്ന് പറഞ്ഞത് അത് സഹിച്ചു, ദൈവം വേണ്ട എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഗുരു പറഞ്ഞു, അതിലും കാര്യമുണ്ട്, അങ്ങനെയും ആകാം, അങ്ങനെയും വ്യാഖ്യാനിക്കാം. അത് അയ്യപ്പൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിച്ച ഒരു ഗുരുവാണ് സാക്ഷാൽ നാരായണ ഗുരു എന്നറിയാം. അപ്പൊ അദ്ദേഹത്തിനെ അതുപോലെ തന്നെ വളരെ വിമർശാത്മകമായി കാണുവാനും വീണ്ടെടുക്കുവാനും ഒക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഇതിനു ശേഷം ഇണ്ടന്തുരുത്തിയുടെ അടുത്ത് പോയിട്ട് ശിവഗിരിയിലേക്ക് വന്നു. 13-ാം തീയതിയാണ് അവിടെ നടന്ന മാർച്ച് 1925 മാർച്ച് 13-ാം തീയതിയാണ് ഈ പറഞ്ഞ സംഭാഷണം നടന്നത്. ഈ സംഭാഷണത്തിൽ പ്രധാനമായിട്ടും നടന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് മതപരിവർത്തനത്തെക്കുറിച്ചായിരുന്നു. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട 2 പേജുകൾ എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് മയ്യനാട്ട് കെ ദാമോദരൻ BA അദ്ദേഹമാണ് അതിൻ്റെ കുറിപ്പെടുത്തത് ആക്കിയത്. പിന്നെ എൻ കുമാരൻ എന്ന് പറയുന്ന മറ്റൊരു ശിഷ്യനാണ് അത് അന്ന് ദ്വിഭാഷിയായിട്ട്, ട്രാൻസ്ലേറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ട്, കാരണം ഇംഗ്ലീഷിലൂടെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഗാന്ധി ആദ്യം ചോദിച്ചത് ഞാൻ പറഞ്ഞു, ഞാനത് വായിക്കാം. വളരെ ലഘുവായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ്. 1925 മാർച്ച് മാസം 13-ാം തീയതി നമ്മുടെ വർക്കല കുന്നിലെ ആ വനജാക്ഷി മന്ദിരം, പിന്നീട് അത് ഗാന്ധി ആശ്രമം എന്നൊക്കെ അറിയപ്പെട്ടു, വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് നടന്നതാണ്. ഇങ്ങനെയാണ് 25 മാർച്ച് 12-ാം തീയതിയാണ് നടന്നത്. 13-ാം തീയതി നടന്നത് മറ്റൊരു സമ്മേളനമാണ്. ഈ പറയുന്ന തേന്മാവിനടുത്ത്, ശാരദാ മഠത്തിനടുത്ത് വെച്ചുള്ള ചർച്ചയാവാം. മാവിൻ്റെ ഇലകളെ കുറിച്ച് ഇവരൊക്കെ പറഞ്ഞു. അപ്പം അതിനു മുമ്പ് 12-ാം തീയതി നടന്ന സംഭാഷണമാണ് ഞാൻ വായിക്കുന്നത്. 2 പേജ് മാത്രമേ ഉള്ളൂ. ഗാന്ധിജി ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഗാന്ധിജി, സ്വാമിക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്നാണ് ഒറ്റ ചോദ്യം, തുടക്കം തന്നെ. അപ്പൊ സ്വാമി പറയുന്നു, ഇല്ല. മഹാത്മജിക്ക് സംസ്കൃതം അറിയാമോ എന്നൊരു അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഗാന്ധിജി ചൂളി. ഈ ഹിന്ദുത്വത്തിൻ്റെയും വർണ്ണാശ്രമധർമ്മത്തിൻ്റെയും കുത്തക ഏറ്റെടുത്തിരിക്കുന്ന ഗാന്ധിജിക്ക് അതിൻ്റെ ഈ സ്മൃതിശ്രുതി പുരാണങ്ങൾ എഴുതിയിരിക്കുന്ന ആ ഭാഷ 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. 17-ാം നൂറ്റാണ്ടിലാണ് ദേവനാഗരിയാക്കി ലിപി ഉണ്ടാക്കിയത്. വൈദിക കാലമായ BC 1500 പഴക്കം പറയുകയാണ്. അപ്പൊ അതിൻ്റെ ആ സംസ്കൃത ഭാഷ ഗാന്ധിജിക്ക് അറിയില്ല. അപ്പൊ ഗാന്ധിജി ഇത് മുഴുവൻ ഇംഗ്ലീഷിലാണോ വായിച്ചിട്ടുള്ളത്? അപ്പൊ മഹാത്മജിക്ക് സംസ്കൃതം അറിയാമോ എന്ന് അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ മഹാത്മജി, ഇല്ല. ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഐത്താചാരം വിധിച്ചിട്ടുള്ളതായി സ്വാമിജിക്ക് അറിവുണ്ടോ? ഉടനെ അദ്ദേഹം വിഷയം മാറ്റി. ഐത്താചാരം ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ വിധിച്ചിട്ടുള്ളതായി സ്വാമിജിക്ക് അറിവുണ്ടോ? അപ്പൊ സ്വാമിജി പറയുന്നു, ഇല്ല. മഹാത്മജി പറയുകയാണ്, ഐത്തം ഇല്ലാതാക്കുവാൻ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ സ്വാമിജിക്ക് ഭിന്നാഭിപ്രായമുണ്ടോ? സ്വാമിജി പറയുന്നു, ഇല്ല. അപ്പോൾ മഹാത്മജി ചോദിക്കുന്നു, ഇതെല്ലാം കണ്ടാൽ നമുക്കറിയാം ഒരു സമാന മനസ്കരുടെയോ അല്ലെങ്കിൽ സമതുലിതരായിരിക്കുന്നവരുടെയോ രസസംവാദമല്ല എന്ന് നമുക്കറിയാം. ഇതെല്ലാം ക്രോസ് വിസ്താരം. ബാരിസ്റ്ററായിരുന്നു. ഇംഗ്ലണ്ടിൽ പോയി
ബാരിസ്റ്റർ ബിരുദമെടുത്ത് പിന്നെയാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത്. അവിടെയും വക്കീൽ പണിയും ഗുമസ്തപ്പണിയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ ഭീകരമായ വർണ്ണവെറി, വംശീയ ഹിംസ, അപ്പാർത്തൈഡിന് വിധേയനായതോടുകൂടിയാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാരോടുള്ള തൻ്റെ സമരം ആരംഭിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന് ഇതുപോലെ ഇരിക്കാൻ പോലും പറ്റിയില്ല. ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയില്ല. കാരണം വെള്ളക്കാർക്ക് മാത്രമേ അവിടെ ഇരിക്കാവൂ എന്നായിരുന്നു അവിടുത്തെ അന്നത്തെ നിയമം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പിന്നെ മഹാത്മജി ചോദിക്കുകയാണ്, ആ പ്രസ്ഥാനത്തിൽ കൂടുതലായി വല്ലതും ചേർക്കണമെന്നോ വല്ല മാറ്റവും വരുത്തണമെന്നോ അഭിപ്രായമുണ്ടോ? സ്വാമിജി പറയുന്നു, ഇല്ല, അത് ശരിയായി നടക്കുന്നുണ്ടെന്നാണ് അറിവ്. അതിൽ മാറ്റം വല്ലതും വരുത്തണമെന്ന അഭിപ്രായമില്ല. ഇപ്പോൾ മഹാത്മജി പറയുന്നു, അധകൃത വർഗക്കാരുടെ അവശതകളെ തീർക്കുന്നതിന് ഐത്തോച്ചാടനത്തിന് പുറമെ എന്തെല്ലാം വേണമെന്നാണ് സ്വാമിജിയുടെ അഭിപ്രായം. ഇപ്പോഴാണ് ഗുരു ഏറ്റവും വലിയ, അപ്പോൾ ഈ അധകൃതർ എന്ന് പറയുന്ന ഈ അടിസ്ഥാന ജനത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 90% വരുന്നവരാണ്. ദളിതര്, ആദിവാസികൾ, പിന്നോക്ക വിഭാഗങ്ങൾ, പിന്നെ മ്ലേച്ഛരെന്ന് വിളിക്കുന്ന നമ്മുടെ സഹോദര മതവിഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് ഗുരു ഏറ്റവും വലിയ തൻ്റെ സന്ദേശം, തൻ്റെ തത്വചിന്ത വ്യക്തമാക്കുന്നത്. അവർക്ക്, അതായത് തൊട്ടുകൂടാത്തവരാക്കപ്പെട്ട ഈ അധകൃതർ എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഡിപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടത് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഏറ്റവും അതാണ് ഇവിടെ വിദ്യാഭ്യാസ സന്ദേശം പറഞ്ഞു. 1880കളിൽ തന്നെ അരുവിപ്പുറം പ്രതിഷ്ഠാ ലിഖിതത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ അതാണ് ഏറ്റവും വലിയ മഹാസന്ദേശങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ സന്ദേശം. പിന്നെ അതുപോലെ തന്നെ സംഘടനാ സന്ദേശം മാത്രം പോരാ, പദവി, സ്വത്ത്, ധനം, ഇതൊക്കെ കൂടി ഉണ്ടാവും. പിന്നെ വിദ്യാഭ്യാസ മൂലധനം മാത്രമല്ല, മറ്റ് സാംസ്കാരിക മൂലധനങ്ങളെല്ലാം ഉണ്ടാകണമെന്നാണ് ഗുരുവിൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അപ്പം അങ്ങനെ നന്നാകാനുള്ള സൗകര്യം എല്ലാവരെയും പോലെ അവർക്കും ഉണ്ടാകും. അപ്പം ഈ ക്യാപിറ്റൽസ് ഒന്നും, ഈ മൂലധനങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മൂലധനങ്ങളൊന്നും നിങ്ങൾ കുറച്ചുപേർ, ഈ പറയുന്ന ജാതി ഹിന്ദുക്കൾ 10% പേർ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ. നമ്മുടെ ദേവസ്വം ബോർഡ് പോലെ 2018-ൽ 96% ഒറ്റ ജാതിക്കാരായിരുന്നു. അവരുടെ ജനസംഖ്യ 8%. ആ 8%-കാരാണ് ദേവസ്വം ബോർഡിൽ 100 തസ്തികയിൽ 96 ഇരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള 92% ജനങ്ങൾ എവിടെ പോകും? അവർ ബാക്കി 4% കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. ഇതാണ് ഒലിഗാർക്കി എന്ന് പറയുന്ന ഭീകരത. ബാബാ സാഹേബ് അംബേദ്കറും ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള അന്റോണിയോ ഗ്രാംഷിയുമാണ് ഒലിഗാർക്കിയെക്കുറിച്ച് വിശദീകരിച്ചത്. ഫാഷിസത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. എന്തുകൊണ്ട് ഫാഷിസം തിരഞ്ഞെടുപ്പിലൂടെ തന്നെ അധികാരത്തിലേക്ക് വരുന്നു? ഒലിഗാർക്കിയുടെ ഭരണമാണ്. ഒലിഗാർക്കിയുടെ ഭരണമാണ് എന്ന് പറഞ്ഞാൽ ഏതാനും വരേണ്യ കുലീനരുടെ കുത്തക ഭരണം. അതിനാണ് ഈ പറഞ്ഞ ദേവസ്വം ബോർഡിൽ 8%-കാർ 96% ഉദ്യോഗം പിടിക്കുന്ന പരിപാടി. ഇതാണ് നടപ്പാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുരു അന്നേ സാംസ്കാരിക മൂലധനത്തെക്കുറിച്ചും സാമ്പത്തിക മൂലധനത്തെക്കുറിച്ചും വിദ്യാഭ്യാസ മൂലധനത്തെക്കുറിച്ചും പ്രതീകാത്മകമായ മൂലധനങ്ങളെക്കുറിച്ചും അന്നേ പറയുന്നുണ്ട്. ഇപ്പോൾ പിയറി ബോർദിയൊക്കെയാണ്, 21-ാം നൂറ്റാണ്ടിലാണ് പിന്നെ സോഷ്യോളജിയിൽ ആ സിദ്ധാന്തം തന്നെ സാംസ്കാരിക, സാമൂഹ്യ, പ്രതീകാത്മക മൂലധനങ്ങളെ, മൂലധനം എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമല്ല, ആ സാമ്പത്തിക മൂലധനം എന്ന് പറയുന്ന പഴയ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ മാർക്സിസം പറഞ്ഞുകൊണ്ടാണ് ഈ സാംസ്കാരിക സാമൂഹ്യ വിഷയങ്ങളെ, സാമൂഹ്യ പാരതന്ത്ര്യത്തിലേക്ക്, ജാതി വ്യവസ്ഥയുടെ ഭീകരമായ സാമൂഹ്യ മർദ്ദനത്തിലേക്ക് ഇന്ത്യയെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗുരു അന്നേ പറയുന്നു, നന്നാകാനുള്ള സൗകര്യം എല്ലാവരെയും പോലെ അവർക്കും ഉണ്ടാകും. അവർക്കും പ്രാതിനിധ്യം വേണം. അവരും മനുഷ്യരാണ്. മനുഷ്യത്വം, ജാതി. മനുഷ്യരെന്ന നിലയിൽ എവിടെ പ്രവേശനം നിഷേധിക്കുന്നു അവിടെ കടന്നു കയറുക, മൂടിവെച്ച പാൽപ്പായസം എടുത്ത് യഥേഷ്ടം കുടിക്കുക, ഏത് പന്തിയിലും കടന്നിരിക്കുക, മനുഷ്യരെ തൊട്ടാൽ അശുദ്ധിയാണെന്ന് കരുതുന്നവർക്ക് ഒന്നും സ്വതന്ത്രമായിരുന്നു ചെയ്യാൻ അനുവദിച്ചുകൂടാ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ പ്രബുദ്ധമായിട്ടുള്ള, വളരെ സമകാലിക പ്രസക്തമായ ഈ ഒലിഗാർക്കിയുടെ ഭീകരണ ഭരണത്തിൽ ഏറ്റവും വർത്തമാന പ്രസക്തമായ ഭവിഷ്യോന്മുഖമായ വൈക്കം സന്ദേശം എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കണം, എല്ലാവർക്കും മനുഷ്യരാകാനും, മനുഷ്യൻ എന്ന മതം ഏതുമായിക്കോട്ടെ, മതമില്ലാതെ മതവിമർശത്തിലും യുക്തിചിന്തയിലും ഈ സഹോദരനെ പോലെ, മിതവാദിയെ പോലെ നിങ്ങൾക്ക് ജീവിക്കാം. നവബൗദ്ധന്മാരാകാം, ക്രൈസ്തവരാകാം. സി വി കുഞ്ഞിരാമൻ മാത്രമല്ല, നമ്മുടെ ടി കെ മാധവൻ പോലും
മാരാമൺ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചതാണ്. ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തു മതത്തിന്റെ ഭാവിയെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചതാണ്. അതാണ് യഥാർത്ഥത്തിൽ 36-ലെ ക്ഷേത്രപ്രവേശനത്തിലേക്ക് സർ CPയും തിരുവിതാംകൂർ ഭരണകൂടത്തെയും നയിച്ചത് എന്ന് നമുക്കറിയാം. ഈഴവരടക്കം 25% വരുന്ന ജനത ഒറ്റയ്ക്ക് അടിക്ക് മാറിയാൽ പിന്നെ ജാതി ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷമായി മാറും. ഗാന്ധിജി 32-ൽ പുനാപ്പട്ടിണി കിടന്നല്ലോ. സഹോദരന്റെ പ്രയോഗമാണ്. എന്താണ് പുനാപ്പട്ടിണി? ദളിതർ എന്ന് പറയുന്ന തൊട്ടുകൂടാത്തവരെ ഞാൻ ഹിന്ദുത്വത്തിൽ നിന്ന് വിട്ടുകൊടുക്കുകയില്ല. അവരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യ അവകാശത്തെ, അവരുടെ പ്രതിനിധികളെ, രാഷ്ട്രീയ പ്രാതിനിധ്യ അവകാശമാണ്, സ്വന്തം പ്രതിനിധികളെ സ്വയം തിരഞ്ഞെടുക്കാനുള്ള അവകാശം, സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി. കൊളോണിയൽ ഭരണകൂടം പോലും അത് അംഗീകരിച്ചു. റാംസെ മക്ഡൊണാൾഡ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരൻ, പാലിയും പ്രാകൃതവും സംസ്കൃതവും ഒന്നും അറിയാത്ത ആള് അത് അംഗീകരിച്ചു. പക്ഷേ ഗാന്ധിജി സംബന്ധിച്ചിൽ ആദ്യമായി മരണം വരെ ജീവപര്യന്തം ഉപവസിക്കും എന്ന് പ്രഖ്യാപിച്ചത് മഹാത്മാ ഫൂലെ ഉണ്ടാക്കിയ ആ യർവാദ ജയിലിൽ കിടന്നുകൊണ്ട് ഗാന്ധിജിയാണ്. അംബേദ്കറുടെ അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തിനെയാണ് പരീക്ഷിച്ചത്. അദ്ദേഹം വിട്ടുകൊടുത്തു. ഒരു ജീവനല്ലേ, മഹാത്മജിയുടെ ജീവനല്ലേ, മനുഷ്യൻ കിടന്ന് അടിക്കണ്ടല്ലോ എന്ന് കരുതി വിട്ടുകൊടുത്തു. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് 1946 വന്നപ്പോൾ ബാബാ സാഹേബ് അംബേദ്കർ മൗലികാവകാശങ്ങളിൽ എഴുതി വെച്ചു. എന്താണ് 16 ആർട്ടിക്കിൾ 15, 16, 14 ഇതിലൊക്കെ എഴുതി വെച്ചു. മൗലികാവകാശമാണ് പ്രാതിനിധ്യത്തിനുള്ള അവകാശം. മനുഷ്യനെന്ന നിലയിൽ മൗലികാവകാശമാണ്. അത് ആർക്കും തടയാൻ കഴിയില്ല. കോർട്ട് ഓഫ് ലോയിൽ നമുക്ക് ചലഞ്ച് ചെയ്യാം. അവിടെയാണ് ദേവസ്വം ബോർഡിലെ EWS എന്ന് പറയുന്ന ഇതിനകം അമിത പ്രാതിനിധ്യത്തിലിരിക്കുന്ന സവർണ കുത്തക വിഭാഗങ്ങൾ, അവരെയാണ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ഇൻ റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യത്തിൽ അമിത പ്രാതിനിധ്യത്തിൽ മുന്നാക്കമായിരിക്കുന്നവർക്ക് സാമ്പത്തിക ദൗർബല്യം പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ പറയുന്ന EWS അനുവദിച്ച് കേരളത്തിലൂടെ തന്നെ നടപ്പാക്കുകയും സാക്ഷാൽ മുഖ്യമന്ത്രിയെ തന്നെ തെരുവിൽ ജാതിത്തെറി വിളിക്കുകയും, C കേശവൻ മാത്രമേ ജാതിത്തെറി കേട്ടിട്ടുള്ളൂ. അത് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്ന സമയത്താണ്. സവർണ കുട്ടികളാണ് വിളിച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹം തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായി. ഇവിടെ സാക്ഷാൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വയോധികനായ ഒരു പുരുഷനെ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് ജനങ്ങളുടെ മാൻഡേറ്റുള്ള ഒരു മുഖ്യമന്ത്രിയാണ് തെരുവിൽ ജാതിത്തെറി വിളിച്ചത്. അശോക കേരളത്തിന് നാണക്കേടായിട്ടുള്ള, അശോക പ്രബുദ്ധതയ്ക്ക്, അശോക ലോകത്തിന് തന്നെ നാണക്കേടായിട്ടുള്ള ഒരു തെറിയാണ് വിളിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഗുരു അന്നേ പറഞ്ഞു, നന്നാകാനുള്ള സൗകര്യം എല്ലാവരെയും പോലെ അവർക്കും ഉണ്ടാകണം, തൊട്ടുകൂടാത്തത്. ഇപ്പൊ മഹാത്മജി പറയുന്നു, ഞാൻ ചുരുക്കുകയാണ്, ഇത് വായിച്ച് പൂർത്തിയാകാം, മറ്റൊന്നും ഞാൻ പറയുന്നില്ല. ഇത് മാത്രമേ മയ്യനാട്ട് K. ദാമോദരൻ രേഖപ്പെടുത്തിയ ഗുരു ഗാന്ധിജി സംവാദം മാത്രമേ ഞാൻ പറയുന്നു. മഹാത്മജി പറയുകയാണ്, അക്രമരഹിതമായ സത്യാഗ്രഹം കൊണ്ട് ഉപയോഗമില്ലെന്നും അവകാശ സ്ഥാപനത്തിന് ബലപ്രയോഗം തന്നെയാണ് വേണ്ടതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്വാമിജിയുടെ അഭിപ്രായം, ഇപ്പോൾ സ്വാമിജി പറയുന്നു ബലപ്രയോഗം നന്നാണെന്ന് തോന്നുന്നില്ല. മഹാത്മജി, ബലപ്രയോഗം ഹൈന്ദവ ധർമ്മശാസ്ത്രത്തിൽ വിധിച്ചിട്ടുണ്ടോ? സ്വാമിജി, രാജാക്കന്മാർക്കും മറ്റും അത് ആവശ്യമാണെന്നും അവർ അതിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പുരാണങ്ങളിൽ കാണുന്നുണ്ട്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ബലപ്രയോഗം ന്യായമായിരിക്കില്ല. ഇപ്പൊ മഹാത്മജി ഉടനെ മതപരിവർത്തനത്തിലേക്ക് കിടക്കുകയാണ്. മതപരിവർത്തനം ചെയ്യണമെന്നും അതാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശരിയായ വഴിയെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്വാമിജി അതിന് അനുവദിക്കുന്നുണ്ടോ? സ്വാമിജി പറയുന്നു, മതപരിവർത്തനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യങ്ങൾ ലഭിച്ചു വരുന്നതായി കാണുന്നു. അപ്പോൾ അദ്ദേഹം മതപരിവർത്തനത്തെ നിഷേധിക്കുന്നില്ല എന്ന് മാത്രമല്ല, മതപരിവർത്തനത്തിലൂടെ ബഹുജനങ്ങൾക്ക് സാമൂഹ്യ സ്വാതന്ത്ര്യം കിട്ടുമെങ്കിൽ അതിനെ അംഗീകരിക്കുന്നു. അത് വസ്തുതയാണ്, ലഭിച്ചു വരുന്നതായി കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ജനങ്ങൾ മതപരിവർത്തനം നന്നെന്ന് പറയുന്നതിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല എന്ന് അസന്നിഗ്ധമായി മതപരിവർത്തനത്തിന്, മാനസാന്തരത്തിന്, മതമേതുമായിക്കൊള്ളട്ടെ, മനുഷ്യൻ നന്നായാൽ മതി എന്ന തത്വം അവിടെയും പ്രയോഗിച്ചു. ഇപ്പൊ മഹാത്മജി ചോദിക്കുന്നു, ആധ്യാത്മികമായ മോക്ഷലാഭത്തിന് ഹിന്ദുമതം മതിയാകുമെന്ന് സ്വാമിജി വിചാരിക്കുന്നുണ്ടോ? അവിടെയാണ് ചോദിക്കുന്നു. അപ്പോൾ സ്വാമിജി പറഞ്ഞത് ഉണ്ടോ, യെസ് ഓർ നോ ചോദ്യമാണ് ചോദിച്ചത്. ഗുരുവിനെ കൊടുക്കാനുള്ള ചോദ്യമായിരുന്നു. പക്ഷെ ഗുരു അതിൽ വീണില്ല. അതിന് യെസ് ഓർ നോ മറുപടി പറഞ്ഞില്ല. മറിച്ച് മറ്റൊരു ലോക സത്യം അദ്ദേഹം വിളിച്ചു പറയുകയാണ്. അന്യമതങ്ങളിലും ഇതര മതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ. ഹിന്ദുമതം മാത്രമല്ല മതം, മറ്റു മതങ്ങളുണ്ട്. അവയിലും നമ്മുടെ ക്രിസ്തു മതമുണ്ട്, ഇസ്ലാമുണ്ട്, ബുദ്ധിസമുണ്ട്, സിഖിസമുണ്ട്, മറ്റൊരുപാടുണ്ട്. അവയിലും മോക്ഷമാർഗങ്ങളുണ്ടല്ലോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്.
ഗാന്ധിജി വീണ്ടും അപകടത്തിലായി. മറ്റേ ഇലയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെയെല്ലാം ഓരോ ചോദ്യത്തിനും ഉരുളക്കുപ്പേരി പോലെയാണ് ഗുരുവിൻ്റെ മാനവതത്വം, മതാതീതമായിട്ടുള്ള മാനവ തത്വം, സാഹോദര്യ തത്വം പ്രവർത്തിക്കുന്നു. അന്യമതങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, ഉടനെ ഗാന്ധിജി അതിനെ മാറ്റി. ഹിന്ദുമതം മോക്ഷലാഭത്തിന് പര്യാപ്തമെന്ന് തന്നെയോ സ്വാമിജിയുടെ അഭിപ്രായം? അവിടെയും യെസ് ഓർ നോ ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ യെസ് ഓർ നോ ആയിട്ട് അദ്ദേഹം പറയുന്നില്ല. സ്വാമിജി വിശദീകരിക്കുന്നു, ആധ്യാത്മികമായ മോക്ഷത്തിന് ധാരാളം പര്യാപ്തം തന്നെ. ലൗകികമായ സ്വാതന്ത്ര്യത്തെ ആണല്ലോ ജനങ്ങൾ അധികം ഇച്ഛിക്കുന്നു. ജനങ്ങളുടെ ഇച്ഛ, ദ വിൽ ഓഫ് ദ പീപ്പിൾ. ഇന്ത്യൻ ഭരണഘടന ആധാരം വി ദ പീപ്പിൾ എന്ന് പറയുന്ന ബാബാ സാഹിബ് 46-ൽ കോയിൻ ചെയ്ത ആ പദമാണ് ഗുരു ഇരിക്കുന്നത്. ജനേച്ഛ, ജനങ്ങളുടെ ഇച്ഛ. എന്താണ്? ലൗകികമായ പരിപൂർണമായ ഭൗതികവും മൂർത്തവും സാമൂഹ്യ സത്യവുമായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ തൊട്ടുകൂടായ്മയും തീണ്ടലും വർണ്ണാശ്രമവും മനുസ്മൃതിയുടെ വാഴ്ചയും അവസാനിപ്പിച്ചേ മതിയാകൂ. ന ബ്രാഹ്മണാദിരസ്യൈവം ഹാ തത്വം വേത്തു കോപിന എന്ന കാര്യമാണ് ഗുരു പറയുന്നത്. എല്ലാം 1-ാം ക്ലാസ് മുതൽ പഠിപ്പിക്കേണ്ട ഒരു സംഭാഷണമാണ് ഇത്. ഇതൊക്കെ പഠിച്ച് വിമർശാത്മകമായി ചിന്തിച്ച് വളർന്നാൽ ഇന്ത്യൻ ഭരണഘടന വായിക്കാനെങ്കിലുമുള്ള ഫണ്ടമെന്റൽ റൈറ്റ് എന്താണെന്ന് അറിയാനുള്ള യോഗ്യത നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. മറിച്ച് കൊടുക്കുന്നത് എന്താണ്? ഈ ഭക്തി സാഹിത്യവും ഈ രാമായണ മഹാഭാരത സംഭവം. കൊല്ലുന്നവനില്ല ശരണ്യത എന്ന് ഗുരു പറഞ്ഞ, കൊല്ലായെങ്കിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായെങ്കിൽ മൃഗത്തിന് തുല്യനവൻ എന്നാണ് ഗുരു തന്റെ ജീവകാരുണ്യ പഞ്ചകത്തിൽ എഴുതിയത്. കൊല്ലുന്ന ദൈവങ്ങളെ കുറിച്ചാണ് എഴുതിയത്. അതുകൊണ്ടാണ് സഹോദരൻ ഈ 25-ൽ ഇടയ്ക്ക് ചോദിച്ചു, ഗാന്ധിജി അങ്ങയുടെ ഈ ശ്രീകൃഷ്ണ പരമാത്മാവുണ്ടല്ലോ, അദ്ദേഹം ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു ചോദിച്ചു. ഗാന്ധിജിക്ക് ഉത്തരമൊന്നുമില്ലായിരുന്നു. നോൺസെൻസ് എന്ന് പറഞ്ഞ് അദ്ദേഹം മടക്കുകയാണ് ചെയ്തത്. അപ്പോ ജനങ്ങളുടെ ഇച്ഛ എന്ന് പറയുന്നത് ഭൗതികവും മൂർത്തവും ലൗകികവുമായ സാമൂഹ്യ സ്വാതന്ത്ര്യമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിന് മതപരിവർത്തനം സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു. എപ്പോൾ തോന്നിയാൽ അപ്പം മാറണം. അല്ലാത്ത ഒരാളെ മതത്തിൽ വെച്ചിരിക്കുന്നത് അയാൾക്കും ആ മതത്തിനും മോശമാണ് എന്നാണ് അദ്ദേഹം വേറൊരു സന്ദർഭത്തിൽ. ശ്രീനാരായണ ഗുരു വൈഖരി മറ്റൊരു പാഠമാണ്. ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന ഒരു പാഠമാണ് ഡോക്ടർ ടി ഭാസ്കർ എഡിറ്റ് ചെയ്തിരിക്കുന്ന ശ്രീനാരായണ ഗുരു വൈഖരി. അവിടെയാണ് ഈ സംഭാഷണങ്ങളൊക്കെ ഉള്ളത്. മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയോ, ഗുണകർമ്മങ്ങൾ സ്ഥായിയല്ലല്ലോ, നമുക്കൊരു വടി വേണം, വെടിവെക്കും പറന്നു പോകരുത്. ആ ചുണ്ണാമ്പ് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഗുരു പറഞ്ഞത് വെടിവെക്കും പറന്നു പോകരുത്. ഇതെല്ലാം ഉള്ളത് ശ്രീനാരായണ ഗുരു വൈഖരിയിലും പി കെ ബാലകൃഷ്ണന്റെ സഹോദരൻ അയ്യപ്പൻ കൊടുത്ത നോട്ട് പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയ ബഷീർ ബുക്ക് സ്റ്റാളിൽ 1954 അടിച്ചിറക്കിയ നാരായണ ഗുരു എന്ന് പറയുന്ന ആന്തോളജിയിലുമാണ് ഇതൊക്കെ ഉള്ളത്. ബഷീറിന്റെ പുസ്തകക്കട ഒഴിപ്പിച്ചപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സഹോദരനാണ് നോട്ട് എഴുതിയത്. ബഷീറിന്റെ പുസ്തകക്കട ഒഴിപ്പിക്കേണ്ട ജെട്ടിയിൽ നിന്ന്, പകരം പിന്നെ മാസം 1 രൂപ വാടക എന്ന രീതിയിൽ അദ്ദേഹം മാറ്റിയിരുന്നു. ഇപ്പൊ ബഷീറിനെ ആകട്ടെ, കേശവദേവനെ ആകട്ടെ, പോഞ്ഞിക്കർ റാഫി ആകട്ടെ, ഇവരെയൊക്കെ ഉണ്ടാക്കിയ സഹോദരൻ എന്ന് പറഞ്ഞ പത്രാധിപരാണ്, ഗുരുവിന്റെ ശിഷ്യനാണ്. ഗുരു നേരിട്ട് പോയി ഇവന് മീൻ കറി കൊടുത്തോളണമെന്നാണ് പറയുന്നത്. സഹോദരൻ ആലുവ ആശ്രമത്തിലേക്ക് വരുമ്പോൾ തലേ ദിവസം തന്നെ ഗുരു നേരിട്ട് പോയി ഹോട്ടലിൽ ഏർപ്പാട് ചെയ്യും. എന്താണ്? കൊല്ലുന്നവനില്ല ശരണ്യത, എല്ലാവരും ആത്മസഹോദരനെന്നല്ലേ പറയേണ്ടതെന്ന് ഓർക്കിൽ നാം, കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയേറ്റ് ഭുജിക്കുമെന്നൊക്കെ എഴുതിയ ഗുരു നേരിട്ട് പോയിട്ട് മീൻകറി വാങ്ങിച്ച് ശിഷ്യന് കൊടുക്കുക. മാമ്പഴം വന്നാൽ അത് വാങ്ങിച്ച് ചേറായിലേക്ക് വള്ളത്തിൽ കൊടുത്തുവിടുകയാണ്. അങ്ങനെ വളർത്തിയ ശിഷ്യനാണ് സഹോദരൻ അയ്യപ്പൻ. അതുകൊണ്ടാണ് ഗാന്ധിജിയോട് നേരിട്ട് ചോദിച്ചത്. ഗാന്ധി സന്ദേശം എഴുതിയത്, നായിലും നാണം കെട്ട് ചവിട്ടുന്ന ബ്രാഹ്മണ പാദം നക്കുന്ന അഹന്ത ദയനീയം. ഇത്ര കഷ്ടമായിട്ട് ലോകത്തൊന്നുമില്ല. ഒരു ഫാഷിസവും ഇതിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഇന്ത്യൻ ബ്രാഹ്മണ്യവും ചാതുർവർണ്ണയവും അതിന്റെ ക്ഷുദ്രമായ നിർമ്മിതികളും ഈ സ്മൃതിശ്രുതി പുരാണങ്ങളുമാണ് ഭീകരത. ഇതിനെ ഡൈനമൈറ്റ് വെച്ച് തകർക്കണമെന്നാണ് ഭരണഘടനാ ശില്പിയായിട്ടുള്ള ബാബാ സാഹേബ് അംബേദ്കർ പിന്നീട് എഴുതിയത്. കാരണം ഇത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ ആധുനിക ജനായത്ത മൂല്യങ്ങൾക്ക് നിതാന്ത ഭീഷണിയാണ്. ഇതിനെ ഡൈനമൈറ്റ് വെച്ച് തകർക്കാതെ രക്ഷയില്ല. സ്മൃതിശ്രുതി പുരാണം. അപ്പോൾ അടുത്ത 2-3 വരികളും കൂടെ ഉള്ളത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അതോടുകൂടി ആ സംവാദം പൂർണ്ണമാകും. മഹാത്മജി ഐത്താചാരവും മറ്റും കൊണ്ടുള്ള സ്വാതന്ത്ര്യമല്ലേ, അതിരിക്കട്ടെ. തൊട്ടുകൂടായ്മയും തീണ്ടലും ഈ 90% ജനങ്ങളെ കൃമികളെക്കാളും നികൃഷ്ടരായിട്ട് ചവിട്ടുന്ന ഈ പരിപാടിയാണ്. അതിനെക്കുറിച്ച് മിണ്ടണ്ട, അതിരിക്കട്ടെ. ആധ്യാത്മികമായ മോക്ഷത്തിന് മതപരിവർത്തനം ആവശ്യമെന്ന് സ്വാമിജിക്ക് അഭിപ്രായമുണ്ടോ? ആധ്യാത്മികമായ മോക്ഷത്തിനായി മതപരിവർത്തനം ആവശ്യമില്ല, വസ്തുതാപരമായി പറഞ്ഞു. അപ്പോൾ മഹാത്മജി വീണ്ടും ചോദിക്കുകയാണ്,
ലൗകിക സ്വാതന്ത്ര്യത്തിനാണല്ലോ നാം പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗാന്ധിജി. അത് സഫലമാകാതെ വരുമോ എന്ന് ചോദിച്ചു. അവിടെ ഗുരുവിൻ്റെ ക്രാന്തദർശിത്വം, അത് നർമ്മവും പ്രകടമാണ്. അത് സഫലമാകാതെ വരില്ല എന്ന് പറഞ്ഞാൽ വൈക്കം പോരാട്ടവും അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഐത്തോച്ചാടന പരിപാടികൾ സഫലമാകാതെ വരില്ല. അതിൻ്റെ രൂഢമൂലത ഓർത്താൽ. പക്ഷേ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ, സനാതനധർമ്മത്തിൻ്റെ, ഈ പറയുന്ന ചാതുർവർണ്ണത്തിൻ്റെ, ജാതിയുടെ രൂഢമൂലത ഓർത്താൽ, അതിൻ്റെ വേരിറക്കങ്ങൾ ഓർത്താൽ പൂർണ്ണ ഫലപ്രാപ്തിക്ക് മഹാത്മജി വീണ്ടും അവതരിക്കേണ്ടി വരും എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇത് ഒരു ഗാന്ധിയുടെ ജീവിതകാലത്തൊന്നും നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ ഒരു ബുദ്ധൻ്റെ കാലത്ത് തുടങ്ങിയ പോരാട്ടമാണ്, അതിനു മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഗുരുവിൻ്റെ കാലത്തും അവസാനിച്ചില്ല, നമ്മുടെ കാലത്തും അവസാനിച്ചില്ല. ഒരു അവർണ്ണന്, ഒരു പാചകക്കാരനോ കഴകക്കാരനോ അടിച്ചുതളിക്കാരനോ പോലും ആകാൻ പറ്റാത്ത അവസ്ഥയാണ്. ദേവസ്വം ബോർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 8% 96% പിടിച്ചിരിക്കുകയാണ്. ഒരു അവർണ്ണനെ റിക്രൂട്ട്മെൻറ്റ് ഭരണഘടനാപരമായിട്ട് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് നിയമിച്ചപ്പോൾ ഉടനെ അമ്പലവും പൂട്ടി പോവുകയാണ്. ഇത് തുണിയലക്കാൻ കൊള്ളാവുന്നതാണ് പെരിയോർ വൈക്കത്ത് വന്ന് പ്രസംഗിക്കുന്നത്. ഇത് വെറും കല്ലാണ്. ആ കല്ല് തുണിയലക്കാൻ കൊള്ളാവുന്നതാണ് പറഞ്ഞത്. ബുദ്ധനെ ഇവിടെ ഈ പള്ളിക്കൽ ഭരണക്കാവിൽ മറിച്ചിട്ട് തുണിയലക്കി പിന്നെ കുളിച്ച് പിന്നെ കാലരിച്ച് തേച്ചല്ലോ, അതുപോലെ ചെയ്യാൻ കഴിയുന്നതാണ് എന്നാണ് പെരിയോർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. രാജാവ് തട്ടിപ്പോയപ്പോൾ അദ്ദേഹത്തെ വിടേണ്ടി വന്നു. അപ്പോൾ ഇനി 2 വാക്കുകളും കൂടി. ലൗകിക സ്വാതന്ത്ര്യത്തിനാണല്ലോ നാം പരിശ്രമിക്കുന്നത്. അപ്പോൾ മഹാത്മജി ഒരിക്കൽ കൂടി അവതരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം മഹാത്മജി പോലും അതിൽ ചിരിച്ചുകൊണ്ട് പ്രത്യേകം പിന്നെ എൻ കുമാരനും മയ്യനാട്ട് കെ ദാമോദരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലത്തിൽ തന്നെ അത് സഫലമാകുമെന്നാണ് എൻ്റെ വിശ്വാസം, ഗാന്ധിജിയുടെ വിശ്വാസം. അധകൃത വർഗക്കാരിൽ തന്നെ ഐത്താചാരമുണ്ടല്ലോ. തിരിച്ച് ഗുരുവിനിട്ട് ഒരു അടിയടിച്ചു. നിങ്ങൾ തന്നെ അവർണ്ണരിൽ തന്നെ ജാതിയല്ലേ, അധകൃതരിൽ തന്നെ ഐത്താചാരമുണ്ടല്ലോ. സ്വാമിജിയുടെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം. അപ്പോൾ സ്വാമിജി പറയുന്നു, എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. പുലേ കുട്ടികളും പറയ കുട്ടികളും ശിവഗിരിയിൽ മറ്റുള്ളവരോടൊപ്പം ഊണ് കഴിച്ച് താമസിച്ച് പഠിക്കുന്നുണ്ട്, ആരാധനകളിൽ സംബന്ധിക്കുന്നുണ്ട്. മഹാത്മജി വളരെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. 1925 മാർച്ച് 12 വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് നടന്ന സംഭാഷണത്തെ തുടർന്നാണ് ഈ പറഞ്ഞ തേന്മാവിൻ്റെ അടുത്ത് വെച്ചുണ്ടായ സംവാദവും മനുഷ്യത്വം അതിൻ്റെ എല്ലാം ചാറ് ചുവ ഒന്നാണ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുള്ള. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. വളരെ ഗഹനവും വർത്തമാന പ്രസക്തവുമാണ്. സമയപരിമിതി മൂലം ഞാൻ നിങ്ങളുടെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഈ ചെറിയ ഒരു സംവാദം, അതിൻ്റെ ചില കാര്യങ്ങൾ വായിക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. അത് ഇവിടെ ചുരുക്കുന്നു. ഗുരുധർമ്മ പ്രചാരസഭയ്ക്കും ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിനും മറ്റെല്ലാ നല്ലവരായിട്ടുള്ള മാവേലിക്കരയിലെ എൻ്റെ പ്രവർത്തകർക്കും സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദ്യങ്ങൾ, സ്നേഹം അർപ്പിച്ചുകൊണ്ട് ഇവിടെ ചുരുക്കുന്നു. നന്ദി.